ബാലരാജ് ജംഗ്ഷനിലാണ് പോലീസ് സ്റ്റേഷൻ ഇരിക്കേണ്ടത്. സ്പോർട്സിൽ എപ്പോഴും പോലീസ് ഉണ്ടാവണം, അതിനകത്ത് പരാതി പരിഹരിക്കാനുള്ള സംവിധാനം ഉണ്ടാവുന്നു. ഇന്ന് അവിടെ ഹോം ഗാർഡ് അല്ലാതെ രാത്രി കാലങ്ങൾ അടച്ചിരുന്ന സംവിധാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം, ഞാൻ ബാലരാജ് അൽഫോൺസാണ്. ബാലരാജ് റെസിഡൻസ് അസോസിയേഷൻ കേന്ദ്ര സെക്രട്ടറി പ്രാപ്സിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. എൻ്റെ അടുത്തിരിക്കുന്ന പ്രാപ്സിൻ്റെ വൈസ് പ്രസിഡന്റ് HI നൗഷാദ്, അദ്ദേഹം ജനകീയ വിചാരണ വേദി, അതേപോലെ തന്നെ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ, ടെക്സ്റ്റൈൽസ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനയുടെയും സംസ്ഥാന നേതാവാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ബാലരാജ് ജംഗ്ഷനിൽ പണ്ട് പോലീസ് സ്റ്റേഷനായിരുന്ന ഇപ്പോൾ എയ്ഡ് പോസ്റ്റ് വരെ സ്ഥലത്താണ് നിൽക്കുന്നത്. ഇതിവിടെ നിൽക്കാൻ കാരണം, ഈ സംസാരിക്കുന്ന കാരണം, ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ പോലീസ് സ്റ്റേഷനും CAമാരെ ഒഴിവാക്കിക്കൊണ്ട് SI ആയി ചുമതലപ്പെടുത്തുകയും 3 പോലീസ് സ്റ്റേഷൻ ചുമതല CAമാരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ ബാലരാജത്ത് SIയും CAയും ഉള്ള സാഹചര്യത്തിൽ SIക്ക് ഇപ്പോൾ ഇരിക്കുന്ന പനാരക്കുന്നിലെ വാർഡ് കെട്ടിടത്തിൽ നിന്ന് SIയുടെ ഓഫീസും CAക്ക് ബാലരാജത്ത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് CA ഓഫീസ് തുടങ്ങാനാണ് അതിൻ്റെ അവർ ശ്രമിക്കുന്നത്. ഏതെങ്കിലും ഒരു ഭാഗത്തെന്ന് പറയുമ്പോഴത്തേക്ക് ബാലരാജ് പഞ്ചായത്തിൽ ഏത് ഭാഗത്തായിരുന്നാലും വാടക കെട്ടിടത്തിലോട്ട് മാറാൻ വേണ്ടിയുള്ള ദ്രുതഗതിയിലുള്ള പോലീസിൻ്റെ നീക്കം അത് തെറ്റാണെന്ന് ഞങ്ങൾ ഈ പ്രാപ്സ് പറയുകയാണ്. അതിനെതിരായിട്ട് ഞങ്ങൾ പ്രാപ്സ് ആഭ്യന്തരമന്ത്രി, അതുപോലെ തന്നെ DGP, DYSP, MLA തുടങ്ങിയ ആളുകൾക്ക് മെമ്മോറണ്ടം കൊടുത്തിട്ടുണ്ട്. സർക്കാർ പ്രോപ്പർട്ടിയിലുള്ള എയ്ഡ് പോസ്റ്റ്, ഈ ഇരിക്കുന്ന പഴയ പോലീസ് സ്റ്റേഷൻ, അതിനകത്ത് ഒരുപാട് സംവിധാനങ്ങളുള്ള അതിനകത്ത് സെല്ലുണ്ട്, അത് കഴിഞ്ഞ് ഒരുപാട് സ്ഥലമുണ്ട്. ഇതിനെ ഒന്ന് ചെറിയൊരു മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ തന്നെ CA ഓഫീസായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. മാത്രമല്ല, ബാലരാജ് ജംഗ്ഷനിലാണ് പോലീസ് സ്റ്റേഷൻ ഇരിക്കേണ്ടത്. ബാലരാജ് വിട്ടല്ല. 10,000 മണിക്കൂറിൽ തന്നെ 10,000 ആൾക്കാർ സഞ്ചരിക്കുന്ന ഈ പ്രധാന കവലയായ ബാലരാപുരത്ത് എപ്പോഴും പോലീസിന് സാന്നിധ്യം ആവശ്യമുണ്ട്. പണ്ട് എയ്ഡ് പോസ്റ്റായി പ്രഖ്യാപിച്ചപ്പോൾ അന്ന് അശോക് കുമാർ സാറിൻ്റെ SP-യോട് ഞങ്ങൾ പറഞ്ഞതാണ്, ആവശ്യപ്പെട്ടതാണ്, ഈ എയ്ഡ് പോസ്റ്റിൽ എപ്പോഴും പോലീസ് ഉണ്ടാവണം, അതിനകത്ത് പരാതി പരിഹരിക്കാനുള്ള സംവിധാനം ഉണ്ടാവുന്നു. അദ്ദേഹം ആ സമയത്ത് ഒരു പോലീസ് ഓഫീസറെയും 2 പോലീസുകാരെ ചുമതലപ്പെടുത്തി 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസായിട്ടാണ് എയ്ഡ് പോസ്റ്റ് അന്ന് പ്രഖ്യാപിക്കുകയും പരാതികൾ സ്വീകരിക്കുകയും ചെയ്തത്. ഇന്ന് അവിടെ ഹോം ഗാർഡ് അല്ലാതെ രാത്രി കാലങ്ങൾ അടച്ചിരുന്ന സംവിധാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാത്രി കാലങ്ങളിൽ ഇവിടെ പല ആക്സിഡൻറ്റുകളും മറ്റ് സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആളുകൾ ആവശ്യപ്പെടുന്ന ഇവിടുന്ന് 1.5 കിലോമീറ്റർ ദൂരെയുള്ള പനാർക്കുന്ന് പോലീസ് സ്റ്റേഷനാണ് ബന്ധപ്പെടേണ്ടത്. അതുകൊണ്ട് എത്രയും അടിയന്തരമായിട്ടും സർക്കാരിൻ്റെ പൈസ നഷ്ടപ്പെടുത്താത്ത രീതിയിൽ ഈ സർക്കാർ സ്ഥാപനം തന്നെ ഇത് CAയുടെ ഓഫീസായിട്ട് നിലനിർത്തണമെന്ന് ഞങ്ങൾ പ്രാപ്സ് ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ വേറൊരു പ്രധാന ഒരു വിഷയമുള്ളത്, ഇവിടെ ഈ എല്ലാ പോലീസ് സ്റ്റേഷനിലും PROമാരുണ്ട്. നമ്മുടെ ബാലരാജ് പോലീസ് സ്റ്റേഷൻ PRO ഉണ്ട്. PRO പോസ്റ്റേ ഉള്ള ആളില്ല. ഒരു PRO പോസ്റ്റേ ഉണ്ടെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നടപ്പിലാക്കണം. അത് നടപ്പിലാക്കണമെന്ന് പറയാൻ കാരണം, ആവലാതിക്കാർ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അത് പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ അവിടെ തന്നെ പരിഹരിക്കുവാൻ PROയ്ക്ക് സാധിക്കുള്ളൂ. നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് 2 ഡ്യൂട്ടിയും കഴിഞ്ഞിരിക്കുന്ന പോലീസ് ഓഫീസർമാർക്ക് ചിലപ്പോൾ അത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്ന ആ സാഹചര്യത്തിൽ PROമാർ ആവശ്യ ഘടകമാണ്. ഇത് പോലീസിൻ്റെ നിയമത്തിൽ തന്നെ PRO പോസ്റ്റ് ഉള്ളതാണ്. ബാലരാജത്ത് മാത്രം അത് ഒഴിച്ചുവിട്ടിരിക്കുകയാണ്. അതിൽ കാര്യം വേറെ ഒരു ഞങ്ങൾ കാര്യം പറയുന്ന ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ബാലരാജത്ത് റോഡ് വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ഇവിടെ കരമൻ കളിക്കാട് റോഡ് വഴിമുക്ക് ഇവിടെ കൊടിയാട് പോലെ വഴിമുക്ക് വരെ ഉടൻ തന്നെ സ്ഥലം എടുത്ത് കഴിഞ്ഞ് ഇപ്പോൾ പണി തുടങ്ങും. ആ സമയത്ത് തൊട്ടടുത്തുള്ള ശാലികോത്തരത്തെ പ്രധാന വീതി നമ്മൾ റോഡിന് ഒരു കൊടിയട ഉള്ളതുപോലെയുള്ള ഒരു എൻട്രൻസ് ആക്കണമെന്നും, അതിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്ക് വെളിയ റോഡ് വരുമ്പോഴത്തേക്ക് പഴയ പഞ്ചായത്ത് ഓഫീസിനടുത്ത് പൊളിച്ചിരിക്കുന്ന ഭാഗം കുറേക്കടെ വീതി കൂട്ടി സഞ്ചാരയോഗ്യമാക്കണം നിങ്ങൾ പ്രാപ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നടപ്പാക്കി തരണമെന്നുള്ള പ്രാപ്സിൻ്റെ ഒരാവശ്യം അംഗീകരിക്കാൻ വേണ്ടി ഞങ്ങൾ മെമ്മോറണ്ടം കൊടുത്തെങ്കിൽ തന്നെ ഒന്നുകൂടെ ശ്രദ്ധ ക്ഷണിക്കലാണ്. ഞങ്ങൾ ഒരു സർക്കാരിനെതിരല്ല, എല്ലാ സർക്കാരിനും കൂടെയാണ്. പോലീസിൻ്റെ ശ്രദ്ധ ചെലുത്തുകയും മന്ത്രിമാരുടെ ശ്രദ്ധ ചെലുത്തുകയും കോവളം MLA ശ്രദ്ധയെടുത്ത് മാത്രമേ ഞാൻ ഈ സമയത്ത് അഭ്യർത്ഥിക്കാൻ. ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി അത് കൃത്യമായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഒരു വാടക കെട്ടിടത്തിൽ ഗവൺമെൻറ്റിൻ്റെ പണം നഷ്ടപ്പെടാതെ അത് വാടക കെട്ടിടത്തിലോട്ട് ഇപ്പോൾ അന്വേഷിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ ഒരു ഗവൺമെൻറ്റിൻ്റെ കെട്ടിടം നിലവിലുള്ള സ്ഥിതിക്ക് ഇതിനകത്ത് തന്നെ CA ഓഫീസ് വരണമെന്ന് തന്നെയാണ് പ്രാപ്സിൻ്റെയും ആവശ്യം. അത് തന്നെയാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്.